ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെനോ ഗെയിമിംഗ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സീരീസാണ്. അപ്പം നമുക്കിന്ന് ആദ്യം തന്നെ മരം മുറിക്കാം. മരം മുറിച്ച് നമുക്ക് വുഡിൻ്റെ ടൂൾസ് എല്ലാം നമുക്കാദ്യം സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യം പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്കിൽ നിന്ന് എടുത്ത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ സ്റ്റിക്കും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം. നമുക്ക് പിക്കാക്സും ആക്സും എല്ലാം ഉണ്ടാക്കാം. പിക്കാക്സ്, ആക്സ്, പിന്നെ ഷോഡ്, പിന്നെ ഇത്ര മതി. നമുക്ക് ശവൽ തൽക്കാലം വേണമെന്നില്ല. നമുക്കിനി മരമൊക്കെ മുറിക്കാം. ഈ സീബ്ര പോലത്തെ മരവും മുറിക്കാം. ഇവിടുത്തെ ഫുൾ മരം മൊത്തം ആദ്യം ക്ലിയർ ചെയ്ത് കളയാം. അപ്പം നമുക്കിതെടുത്ത് ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പൂവൊക്കെ എടുക്കാം. നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. പക്ഷെ നമുക്കിവിടെ ഒന്നും വീട് വയ്ക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലത്തോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവാം. വേറെ നമുക്ക് കുറച്ചുകൂടെ പ്രിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീട് സെറ്റ് ചെയ്യാം. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഈ ഫ്ലവേഴ്സ് നമുക്ക് എടുക്കാം. പിങ്ക് കളർ ഫ്ലവേഴ്സും എനിക്കിഷ്ടമാണ്. ഇനി നമുക്ക് ഇവിടെ വാട്ടറിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കണം. അത് നമുക്ക് തടിയൊക്കെ പ്ലാങ്ക് ആക്കാം. എന്നിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറേ സ്ഥലങ്ങളിലോട്ട് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഈ സംഭവം വെച്ച് നമുക്ക് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അവിടെ വന്ന് കാണിക്കണം. നമുക്ക് ബോട്ട് എടുക്കാം. നമുക്ക് ബോട്ട് വയ്ക്കാം, കയറി പോവാം. തുഴഞ്ഞ് പിന്നെയും പോവാം വേറെ സ്ഥലത്തോട്ട്. എക്സ്പ്ലോറിങ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ സ്ഥലം കാണാം. കടലിൻ്റെ അടിയിൽ കൂടെ എന്തൊക്കെയോ ജീവികൾ പോകുന്നു. അപ്പുറത്തെ സൈഡിലൊന്നും കണ്ടുകൂടല്ലോ ഗൈസ് കടലിൻ്റെ. നോക്കാം ഗൈസ്, ചിലപ്പോൾ അപ്പുറത്ത് വല്ലതും വന്നാലോ. കര കാണാനില്ലല്ലോ. കടലിൻ്റെ അടിയിലുള്ള മറ്റേ ഇലകളൊക്കെ കൊള്ളാല്ലേ. ഒരു മീന് പോയി. മീനല്ല, അത് സോംബിയാണ് ഗൈസ്. അവിടെ എന്തോ ഒരു സംഭവം പോലെ കടലിൻ്റെ അടിയിൽ. എന്തായത്? മറ്റേ സംഭവം നെതർ പോർട്ടലല്ലേ, കടലിൻ്റെ അടിയിലാണ് ഗൈസ്. എല്ലാം ഉണ്ടോ നോക്കാം. ഗോൾഡിൻ്റെ ഒരു പിക്കാക്സ് കിട്ടി. ഞാൻ ഇപ്പോൾ ചാവും മണ്ടേ, കാരണം ഓക്കെ കിട്ടിയതും കൊണ്ട് ഓടാം. പക്ഷെ ഗോൾഡ് വെച്ച് വലിയ ഉപയോഗമൊന്നുമില്ല ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ഗോൾഡ് മറ്റേ എന്തോ ഒരു ജീവി.
ഗോൾഡിൻ്റെ സംഭവം വെച്ച് ഗോൾഡ് പോലും പൊട്ടിക്കാൻ പറ്റൂലല്ലോ. ലക്ഷദ്വീപ് പോലെ ക്ലിയർ ആയിട്ടുള്ള ഇതല്ലേ? സീ ആയിട്ടുണ്ട്. ഒരു കര കണ്ടുപിടിച്ച് നമ്മൾ. അപ്പം നമുക്കിവിടെ ഇറങ്ങാം. ബോട്ട് എടുത്തുകൊണ്ട് പോവാം. ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ വഴി കൂടെ പോകണമെങ്കിൽ നമ്മൾ ബോട്ട് മറക്കും. അതുകൊണ്ട് അതും കൊണ്ടുപോവാം. വയസ്സ് ഇവിടെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അതോ അവിടെ കാണുന്നുണ്ട്, അവിടെ പോവാം. അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. അക്കേഷ്യയാണോ? അക്കേഷ്യ ബയോമെത്തി ഗൈസ്. നമുക്ക് ഏകദേശം നൈറ്റ് ആവാറായി. നമുക്ക് ബെഡ് സെറ്റായില്ല. സ്റ്റോൺ ടൂൾസ് ശരിയാക്കണം. ഷെൽറ്റർ ഒന്നും സെറ്റായിട്ടില്ല. എന്തരിയോ എന്തോ. മിക്കവാറും സോംബിരിയെ നടിയും കൊണ്ട് ചാവും. കയറാനുള്ള സ്ഥലമില്ലേ? അവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റോൺ ടൂള് കിട്ടി. അയൺ കിട്ടി ഗൈസ്. അയൺ വെച്ച് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അത് ഇവിടെ ഇരുന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് ഹെൽത്ത് ഇല്ല, നമുക്ക് ഫുഡ് കഴിക്കണം. അതോ പോണൊരു പന്നി. ആടി നില്ലടാ. ചത്ത്. ഓക്കെ, നമുക്ക് ഫുഡ് കിട്ടി. നൈറ്റ് ആവാറായി ഗൈസ്. നൈറ്റ് ആവുന്നു. സോംബിയൊക്കെ ഇപ്പോൾ ഇറങ്ങും. ഫുഡ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നമുക്ക് ഷീൽഡ് കിട്ടി. കൊള്ളാമോ ഗൈസ് എൻ്റെ ഷീൽഡ്? ലുക്കല്ലേ ഞാൻ? അപ്പം നമുക്ക് ഷീൽഡ് ഉണ്ടെങ്കിൽ മെസ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് സോംബി. ഓക്കെ, നമുക്ക് സ്റ്റോൺ എടുക്കായിരുന്നു കുറച്ച്. പക്ഷെ നമുക്ക് സ്റ്റോൺ ടൂൾസ് എല്ലാം ആയില്ലല്ലോ. പിക്കാക്സ് വേണം. ഇനി ഒരു പിക്കാക്സും കൂടെ ഉണ്ടെങ്കിൽ. സോംബി വേണം ഗൈസ്. കൊല്ലാം. തെറിച്ചോടി അവൻ. ഓക്കെ, സോഡ ഉണ്ടാക്കാം. കുത്തി ചത്ത്. അവൻ ചത്ത്. ഇനി നമുക്ക് ഇതെടുക്കാം. വേറെ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, ഒരുത്തൻ വരണ പിറകെ. അവ വെള്ളത്തിൽ കിടക്കണം. അവ അവിടെ കിടക്കട്ടെ. വരണം ഗൈസ്. അപ്പോൾ വെട്ടിക്കൊല്ലാം. അവൻ്റെ കൂട്ടുകാരനും വരണുണ്ട്. കോളെടുക്കാൻ ശ്രമിക്കും. അവനെന്ത് മേളിക്കണം. വെള്ളത്തിൻ്റെ ഇതായി ഗൈസ്. ഓക്കെ, അവനെ വെട്ടി. നമുക്ക് ഇതെടുക്കാം. കോള് വെച്ച് നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാം. ഓക്കെ, മണ്ടത്തരായിപ്പോയി തോന്നുന്നു. വെള്ളമൊക്കെ അകത്തേര് വന്ന്. കുഴപ്പമില്ല. അവിടെ ആരോ കിടന്ന് അടിക്കുന്നു. സ്കെൽട്ടനായിരുന്നു. സ്കെൽട്ടൻ അടിച്ച് കൊല്ലാം. അവൻ്റെ അമ്പ് വിടക്കം തീർത്ത് കൊടുക്കാം. വിട്ടോ, ചോടോ. അവൻ ചത്ത്. അവൻ്റെ കിഴപ്പത്തിന്ന് ചോദിച്ച് വാങ്ങിച്ചാണ് അവൻ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നമുക്കിതെല്ലാം എടുക്കാം. അപ്പം നമ്മൾ സ്റ്റോൺ ടൂൾസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അയൺ കിടക്കണം. 3 അയൺ നമുക്കപ്പോൾ ഈ ഇയാളുടെ നിന്ന് കിട്ടി. ഓക്കെ, എന്തൊരു കഴുതയാ. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യത്തിന് കോളും കിട്ടിയിട്ടുണ്ട്. ടോർച്ച് ഉണ്ടാക്കാം. നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കോള്. തലയും കാണിച്ചുകൊണ്ട് അടിച്ച് കൊല്ലാം. 2 വരുന്നുണ്ട്. ഒരെണ്ണത്തിന് ചോദിക്കാൻ വേറൊരെണ്ണം വരണുണ്ട്. അവനെയും കൂടെ അടിച്ച് കുത്താം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒളിച്ചിരിക്കണം തലയും കാണിച്ചോണ്ട്.
അവനെ കൊല്ലാം. ഓക്കെ, ഇതോ വരണം. ഇതോ 2 പേര് വരുന്നുണ്ട് നമ്മൾ അടിക്കാൻ. അവരെയും കൂടെ ഫൈറ്റ് എടുത്തിട്ട് പോവാം. അവനെയും കൂടെ കൊല്ലാം. അവൻ്റെ കൂട്ടുകാരനും കൂടെ പിന്നെയും വളഞ്ഞ് വരികയാണ്. ഇവയത് പണ്ടൊക്കെ കാണിക്കണം. സ്കെൽറ്റൻ അടിക്കണം അവൻ. ആ സ്കെൽറ്റൻ അടിച്ച് കൊന്നു സോംബി. എൻ്റെ കൂട്ടുകാരനെ എന്ന് തോന്നുന്നു. അവനെ ഞാനും കൊന്നു. പിന്നെ ഒരു ചുവന്ന കണ്ണുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. കൊന്നു കളയാൻ എന്തായാലും. തിളങ്ങുന്നവൻ്റെ കണ്ണ്. വന്ന് പൊട്ടിയിട്ടുണ്ട്. നാണമില്ലാത്തവൻ. താഴെന്തോ പൊങ്ങി വരണമെന്ന് തോന്നുന്നു വേറൊരുത്തൻ. അതിന് മുന്നേ നമുക്ക് ഓടി രക്ഷപ്പെടാം. അതാണ് നല്ലത് ഇവിടെ നിൽക്കുന്നേക്കാളും. നമുക്ക് ബെഡ് പോലും സെറ്റായില്ല ഗായ്സ്. അപ്പോൾ ഞാൻ അടുത്ത പാട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങളപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.